ഉന്നതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ പ്രത്യേക നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചീന്തല സഭയ്ക്ക് ഒരു പാഴ്സനേജ് ഏറ്റവും അനിവാര്യമായിരുന്നു. പഴയ പാഴ്സനേജ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് കർത്താവെ മറ്റു ബിൽഡിങ്ങിന്റെ പണികളൊക്കെയും നടത്തി അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ ദൈവദാസന്മാരെ എൻ്റെ കർത്താവ് തരികയും അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരായി തീരുകയും അവരിലൂടെ ഈ സഭ വളർന്നു പന്തലിക്കുവാനും ഇടയാക്കിയല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. മലമേലിരിക്കുന്ന പട്ടണം ഒരിക്കലും മറഞ്ഞിരിക്കില്ല, അതൊരു വിളക്കായി ശോഭിക്കുമെന്ന് തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ കുന്നിന്മേൽ സ്ഥാപിക്കപ്പെട്ടതായ ഈ ദേവാലയം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് പുതിയ ദേവാലയം, പാരിഷ് ഹാള്, അതുപോലെ തന്നെ പാഴ്സനേജ്, ഇതിന്റെ പണികളൊക്കെയും ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ, അത് വേഗത്തിൽ അത് പൂർത്തീകരിപ്പാൻ സ്വർഗം അനുവദിച്ചു. അതിനായിട്ട് സ്തോത്രം. കാലാകാലങ്ങളിൽ ഇവിടെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർ അതിന് നേതൃത്വം നൽകുകയും ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളിലൂടെ കർത്താവെ പണമൊക്കെയും സമാഹരിച്ച് ഇതിന്റെ പണികളെല്ലാം പൂർത്തീകരിപ്പാൻ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പാഴ്സനേജിന്റെ പണികൾ തുടക്കം കുറിച്ച അന്ന് മുതൽ ബഹുമാനമുള്ള അരുണച്ചന്റെ നേതൃത്വത്തിൽ ചർച്ച് കമ്മിറ്റിയും സഭാവിശ്വാസികളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിന്റെ പണികൾ ആരംഭിക്കുകയും കർത്താവെ ഇന്നേ ദിവസം ആ പണികൾ പൂർത്തീകരിച്ച് അഭിമന്യ തിരുമേനിയാൽ ഇന്ന് ഈ ഭവനം പ്രതിഷ്ഠിക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, മേസ്ത്രിമാര്, കൂടെ നിന്ന് പണിതതായ ഹെൽപ്പർമാര്, അതുപോലെ മരപ്പണികളിലെ ഇടപെട്ടതായ ആളുകൾ, ടൈലിന്റെ പണികൾ, അതുപോലെ മറ്റ് വയറിങ്, അതുപോലെ പ്ലംബിങ്ങിന്റെ പണികൾ, ഇങ്ങനെ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സകല പണികളിലും പ്രവർത്തിച്ചതായ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. കൂട്ടായ പ്രവർത്തനം, മനോഹരമായ ഒരു പാഴ്സനേജ് ഇവിടെ പടുത്തുയർത്തുവാൻ ഇടയാക്കി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഈ പുതിയ പാഴ്സനേജുകൾ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടുത്തെ കൃപയും കാവലും കൂടെ ഇരുന്ന് വഴി നടത്തണം. കലാകാലങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ദൈവദാസന്മാർ ഈ ഭവനത്തിനുള്ളിൽ പാർക്കുമ്പോഴൊക്കെയും കർത്താവെ അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമാഗമന കൂടാരത്തിന്മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ മഹാശക്തി ഈ കൂടാരത്തിന്മേലും അധിവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധിരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ഇവാഞ്ചലിസ്റ്റ്, അതുപോലെ തന്നെ ഉപദേശിമാർ, മറ്റു സഭാവിശ്വാസികൾ എല്ലാവരും, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് നടത്തപ്പെടുന്ന ദൈവികമായ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചു മാനിക്കണം. സകലമാന മഹത്വം എല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. യേശു മിശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 25-ാം കീർത്തനത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങളും അവസാനത്തെ 2 ചരണങ്ങളും നമുക്ക് ഈ സമയത്ത് പാടാം. കീർത്തനം സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഗീതം ആദ്യത്തെ 2 ചരണവും അവസാനത്തെ 2 ചരണവും. സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൽ പാപത്തെ നീക്കുവാൻ അധീപനായി വന്ന ദൈവകുഞ്ഞാടിനെ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഇങ്ങനെ പഠിച്ചു. കരുണ നിറഞ്ഞ കണ്ണുള്ളവനേ,
അല്ലലെല്ലാം അവനാകരെ കളയുമേ യേശു രാജാവിനോ സന്ന നല്ലവനാം യേശുനാഥൻ വരും സർവവല്ലഭ യേശുവേ വേഗം വാരണമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിധിനായിരിക്കുന്ന കർത്താവേ, ഈ വീടിനെ, ഈ പാഴ്സേജിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിൻ്റെ നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസ്രയത്തിലെ ഭവനത്തിൽ നാഥനായിരുന്ന യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ഭവനത്തിലും ഇതിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും എന്നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനും കലാകാലങ്ങളിൽ ശുശ്രൂഷിക്കാതിരുന്ന കർത്താവിൻ്റെ വേലക്കാരുടെ അധിവാസത്തിനുമായി ഈ ഭവനം നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 263 ഗീതം നമുക്ക് ചേർന്ന സമയത്ത് പാടാം. ഗീതം 263. വരികാദാസരിൻ വീടിൽ വരികാദാസരിൻ വീടിൽ അനുഗ്രഹം വരാനായി ഇവിടെ വരികാദാസരിൻ വരികാദാസരിൻ വീടിൽ ഇതു നിന്നോട് വീടാകുവാൻ ഇതിൽ നിൻ കീർത്തി പൊങ്ങിടുവാൻ സ്തുതി അപേക്ഷകൾ ദിനം പ്രതി ശോഭയായി കഴിച്ചിടുവാൻ വരികാദാസരിൻ വീടിൽ മഹത്വദേവായ നേരത്തിൽ
വരിക ദാസരിൻ വീണിൽ ഇതിൽ പരിശുദ്ധം കൂടുവാൻ ഇതിൽ മക്കൾ വാണിടുവാൻ ഇതിൽ സന്തോഷവും സമാധാനവും ഇതു മുതൽ വസിച്ചിടുവാൻ വരിക ദാസരിൻ വീണിൽ മഹത്വദേവായി നേരത്തിൽ വരിക ദാസരിൻ വീണിൽ തിരുകൃപ നിഴലാകുവാൻ തിരുദൂതർ കാവലാകുവാൻ തിരുസുതൻ തുണയാകുവാൻ കൂടെ തിരുശുദ്ധാത്മാ വാണിടുവാൻ വരിക ദാസരിൻ വീണിൽ മഹത്വദേവായി നേരത്തിൽ വരിക ദാസരിൻ വീണിൽ പരിശുദ്ധ തൃത്വദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും നിന്റെ മഹാ അൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടവിടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ നീ ഞങ്ങളോട് കൂടി ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന്റെ രക്ഷകനും അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന മക്കൾക്ക് നിരന്തരമായ ദൈവാശ്രയം വിശ്വസ്തയും നൽകണമെന്ന് കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വേദഭാഗങ്ങൾ വായിക്കാൻ സങ്കീർത്തനവും ലേഖനവേദം. തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതം കോട്ടയെ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നും വിടുവിക്കും. തന്റെ തൂലിൽ കൊണ്ടവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചരണം കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പറയുകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകലപറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലോ നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന ആ പ്രതിഫലം കാണും. ഓവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലം ആക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കളിൽ പോകാതിരിക്കേണ്ടതിന്
അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന് മേലും വണലിന് മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ പിടിപ്പിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ പിടിപ്പിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ലേഖനമേധഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ച് ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സുവിശേഷ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 31 വരെ ദൈവത്തിലേക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തും. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രത്തോളം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വചനങ്ങളാൽ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്നുകൊല്ല അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനാൽ കരകൾ ജനിച്ചു. കറങ്ങി ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെ നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ മഹത്വത്തിന് നിന്റെ മക്കളുടെ അധിവാസനുമായി കാലാകാലങ്ങളോടെ ശുശ്രൂഷിക്കേണ്ട വരുന്ന അവിടുത്തെ ദാസന്മാരുടെ താമസത്തിനായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്ന നിങ്ങൾ നിലവിച്ചില്ല നടത്തിപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി ഈ പാഴ്സനേയനെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനെ ഉപയോഗിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അങ്ങ് വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അങ്ങ് പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ വീട് പണിയുന്നതിനായി പുതുക്കുന്നതിനുമായി ഈ കുടുംബത്തിന് അങ്ങയുടെ സഹായവും അനുഗ്രഹവും നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേലും ഈ കെട്ടിടം നിർമ്മിക്കുന്നതിൽ സഹായിച്ചു എല്ലാവരുടെ മേലും ഉണ്ടായിരുന്ന അങ്ങയുടെ കരുതലിനായും സംരക്ഷണത്തിനായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയോടൊന്നും നന്ദിയുള്ളവരായിരിക്കും. ഇനിയും സഹായിക്കുവാൻ അങ്ങയുടെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കുവാനും അങ്ങയുടെ പൂർണ്ണഹിതം നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്വീകരണ നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സർവ്വൻ ഒത്തൊരുമിച്ച് വസിക്കുന്നു, ശുഭമനോഹരമാകുന്നല്ലോ. ഈ സ്വീകരണമുള്ള എല്ലാ സംഭാഷണ പാടുകളും നിനക്ക് മഹത്വ വരുത്തുകയും പ്രസാദകരമായിരിക്കേണ്ടതിന് അതിഥികളെയുമായി ചേരെയും തിരുസാന്നിധ്യ ശക്തീകരിക്കണമേ. ഇനിയോനുമുള്ള വിശ്വസ്തത നിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മ ബലപ്പെടുവാനും പരസ്പരം തൃപ്തിപ്പെടുത്തുവാനും ദാസനെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഈ മറിയാം പ്രത്യേകിച്ച് പ്രതിഷ്ഠിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥനയ്ക്കും കൂടിയവരുമായി ഈ മുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള ഈ സ്ഥലത്തെ നിന്റെ സാന്നിധ്യം നിന്റെ ദാസരെ രൂപാന്തരപ്പെടുത്തിയവർ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുവാനും പുതുശക്തി പ്രാപിക്കുവാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന നിനക്ക് പ്രസാദകരമായ യാഗമായി സ്വീകരിച്ചു നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്നും യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അടുത്ത കീർത്തനത്തിന്റെ ഓരോ ചരണങ്ങൾ പാടുമ്പോൾ ഓരോ മുറികൾ നമ്മൾ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുന്നതാണ്. 209 കീർത്തനം ഇന്നയോളം തുണച്ചോനെ എന്നുള്ള കീർത്തനത്തിന്റെ ഓരോരോ ചരണങ്ങൾ പാടി നമ്മൾ ഓരോ മുറികളും പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരു സാന്നിധ്യം അവർക്കൊരു കോട്ടയായിരിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ജീവന്റെയും ആരോഗ്യവും വിശ്രമിക്കുവാനും പ്രാപിക്കുവാനും സ്ഥിരമായ ആശ്രയം നൽകണമേ. ഞങ്ങളുടെ കിടക്കമേ ധ്യാനിച്ച് സാന്ത്വനവും സമാനുഭവിക്കുവാൻ ഞങ്ങളെ ആഗ്രഹമാക്കണമേ. രാത്രിയിൽ ഞങ്ങൾ കയറി ഇറങ്ങുന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതീശ്വരന്റെ ശോഭ കണ്ടുണർന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാമൂലം ഞങ്ങൾ ഇവിടെ അപേക്ഷിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. തന്നിൽ ആശ്രയിക്കുന്നവരെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവമേ, ഇവിടെ വിശ്രമിക്കുന്നവർ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സഹായിക്കണമേ. ഓരോ ദിവസവും വിശ്രമവും സമാധാനവും അനുഭവിക്കുന്ന സ്ഥലമായി ഈ മുറിയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടപ്പുമുറി നാം പ്രതിഷ്ഠിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഭയാസങ്ങളിൽ നിന്ന് വിടുതലും
അദ്ദേഹത്തിന് സമാധാനവും നൽകുന്നതിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തിന് വിശ്രമിച്ച് ബുദ്ധിശക്തിയും ചൈതന്യം പ്രാപിക്കുവാനും അവിടുത്തെ മക്കളെ സഹായിക്കണമേ. നിന്റെ മക്കൾ ഉറങ്ങുമ്പോൾ എഴുന്നേൽക്കുമ്പോഴെല്ലായ്പ്പോഴും തിരുസാരം നിന്റെ മക്കൾക്ക് ഒരു കോട്ടയായിരിക്കണമെന്ന് യേശു മെസ്സിയ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഈ പ്രത്യേകമായി വേർതിരിക്കപ്പെടുന്ന ഈ സ്ഥലത്തിനായി സ്തോത്രം. കർത്താവെ, ഇവിടെ ഇരിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കർത്താവെ, ഇവിടെ വരുന്ന ശുശ്രൂഷക മനസ്സിന് സന്തോഷവും സമാധാനവും പ്രത്യാശയും ധൈര്യവും കൂടെ ഒന്ന് കാത്തു സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നീയല്ലോ ഞങ്ങൾക്കുള്ള ഇത് പഴയ പഴയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓഫീസ് മുഴുവൻ പ്രതിഷ്ഠിക്കുന്നു. നിന്റെ ദിവ്യവിചാരണയിൽ വിവിധ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും നിന്റെ ഹിതാനുസരണം പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവനാമോത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉദ്യമിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരെ കുടുംബമായും ഇതിലെ ഭരണസമിതിയെയും അവിടുന്ന് സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ആലോചനകളും തീരുമാനങ്ങളും അവിടുന്ന് ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇവിടെ വെച്ചുള്ള എല്ലാ ഏർപ്പാടുകളും നിനക്ക് പ്രസാദകരമായിരിക്കുവാൻ നിന്റെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നോ, ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതു. ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓപ്പൺ ദർശനം പ്രതിഷ്ഠിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, എല്ലാ നല്ല ദാനം തികഞ്ഞവരും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൻ്റെ ഇറങ്ങി വരുന്നു. ദൈവമായ പിതാവേ, ഈ സഭയ്ക്ക് നൽകപ്പെട്ടതായിട്ടുള്ള ഈ പാഴ്സനേജിന് വേണ്ടി സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഓപ്പൺ ഏരിയയ്ക്ക് വേണ്ടി, ടെറസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നിർമ്മിച്ച ഈ പ്രകൃതിയെയും അതിൻ്റെ സൗന്ദര്യത്തെയും കാണാനും കർത്താവെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായ എണ്ണമില്ലാ നന്മകളെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ സ്തുതിപ്പാൻ ഇവിടെ വരികയും പോവുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇത് സാന്നിധ്യം എൻ്റെ മക്കൾക്കൊരു കോട്ടയായിരിക്കണം. കൃപയാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരമേ,
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭക്ഷണത്തിനുള്ള ഈ മുറി നാം പ്രത്യേകിച്ച് പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന ആ നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാര വിഭവങ്ങളെ പോലും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കണമേ. നീ അവർക്ക് നൽകുന്ന നന്മകൾക്ക് നന്ദിയുള്ളതായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാലാകാലങ്ങളിൽ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് മക്കളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ നിത്യദൈവമേ, ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കണമേ. പഠനത്തിന് ആവശ്യമായ ഉത്സാഹവും സ്ഥിരതയും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. തങ്ങൾ നേടുന്ന പരിജ്ഞാനം മറ്റുള്ളവരുടെയും അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും നിന്റെ ദാസർക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. എല്ലാ
ദാതാവും അവയെ ഞങ്ങൾക്ക് കാലാകാലം നൽകി തരുന്നതുമായ നില കർത്താവേ, ഈ സമ്പന്നശാല നിത്യത്തിന്റെ മക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ നിന്റെ നന്മകളെ അവർക്ക് ധാരാളമായി നിലകൊണ്ട് ഇഷ്ടം തോന്നണമേ. അവയെ നിന്റെ മഹത്വത്തിനും തങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രയോജനവുമായി ഉപയോഗിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമെന്ന് നിലപരിപാലക രക്ഷിതാവുമായി ശുശ്രൂഷിക മൂലം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വാക്യം ഞാൻ പ്രതിഷ്ഠിച്ച് വാർത്തിരിക്കുന്നു. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, ഈ വർക്കേറിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാ ഏർപ്പാടുകളും പ്രവർത്തനങ്ങളും ഇന്നും എന്നേക്കും അങ്ങേക്ക് മഹത്വമായി തരുവാൻ സഹായിക്കണമേ. ഇവിടെ പണിയെടുക്കുന്നവരെ എല്ലാ ആപത്തിലും അനുകൂലിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കള നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്റെ ധനത്തോണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടി ഇവിടെ അധ്വാനിക്കുന്നവരുടെ കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിന് അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തു പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, പരിശുദ്ധമായ ഈ മനോഹരമായ സന്തോഷവേളയ്ക്കാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കാട്ട് വരുന്ന അവിടുത്തെ ദാസന്മാർക്ക് താമസിപ്പാൻ ഒരു മനോഹരമായ ഭവനം വിവിധങ്ങളായ റൂമുകളോടുകൂടി പണിതെടുപ്പാൻ ആക്കിയല്ലോ പരമേശ്വർ. പ്രത്യേകിച്ച് ഈ അടുക്കളയെ നമ്മുടെ കരങ്ങളിൽ വീണ്ടും സമർപ്പണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓരോരോ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ ദാസന്മാർക്കായി പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വം ചെയ്യുന്നു. അവരെ സഹായിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമാകുന്നത്, അതിനാൽ അതേറ്റവും രുചികരമായി പാകം ചെയ്ത് നൽകുവാൻ അങ്ങനെ നമുക്ക് പ്രാപ്തിപ്പെടുത്തണമേ. സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവെ ഭക്ഷണം പാകം ചെയ്യാൻ ജോലി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവിധമായ ആപത്തുകൾ, അനർത്ഥങ്ങൾ, മറ്റുള്ള എല്ലാ പ്രതിസന്ധികളും ഞങ്ങളെ രക്ഷിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, കൃപ ചെയ്യണം. മഹത്വം മാത്രമല്ല, യേശു മാത്രം പ്രാർത്ഥിക്കുന്നത് ജയകരമാണ്.
ഒന്ന് സഹായിക്കണേ. സ്തോത്രം പറഞ്ഞു. നാല് മൂലയ്ക്ക് ഒഴിക്കണം. To the glory of God, the parsonage of St. Andrew's CSI Church Chindalar is dedicated on 28th November 2025 by Right Reverend V.S. Francis, Bishop, CSI East Kerala Diocese. Church Wardens, Mr. K.V. Thomas, Mr. Selvam P.A. Secretary, Mr. K.J. Prince. Vicar, Reverend Arun Joseph. നമ്മളിനി അവിടെ മുറിപ്പോയി നമ്മൾ ബാക്കിയുള്ള പ്രാർത്ഥനകളും ചെയ്യുന്നതാണ്. എല്ലാവർക്കും അച്ഛന്മാരും പ്രദേശന്മാരില്ലാതെ കയറി വരണേ. പ്രകാരം ചീന്തലാർ ഇടവകയിൽ വളരെ വളരെ മനോഹരമായ, വളരെ മനോഹരം എന്ന് മാത്രമല്ല സൗകര്യപ്രദമായ ഒരു പാഴ്സനേജിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം സഭയെ ഒന്നടങ്കം സഹായിച്ചു. അവരുടെ കഠിനപ്രയത്നവും വളരെ നിസ്വാർത്ഥമായ സഹകരണവും സഹായങ്ങളും കൊണ്ടാണ് ഈ പാഴ്സനേജ് ഇത്രത്തോളം മനോഹരമായി തീർന്നിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ബഹുമാന്യ അച്ഛന്മാർക്ക് പൂർണ്ണമായിട്ട് താമസിക്കാൻ ഏറ്റവും നല്ല ഒരു വീടാണ് ഇത്. ഇതുപോലെയുള്ള വീടുകൾ നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ, ഇടവകളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും നല്ല രീതിയിലായിട്ട് സഹകരിക്കുകയും ചെയ്ത സഭയോടുള്ള മകളുടെ അധ്യക്ഷനുള്ള നിലയിൽ ഹൃദയം നിറഞ്ഞ നന്ദി സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ അരുണച്ചൻ, കൊച്ചമ്മ കുഞ്ഞ്, അതോടൊപ്പം തന്നെ സഭയുടെ കൈക്കാരന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനുള്ള കെ വി തോമസ്, സെൽവം, സെക്രട്ടറി ഡയസിംഗ് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകമായ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാകുക ചുമതലപ്പെട്ട അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. പല സമയങ്ങളിൽ നമുക്ക് പൈസയൊക്കെ അഡ്വാൻസ് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമ്മാനം കൊടുത്തവർ എല്ലാവരും ഞാൻ ഓർക്കുന്നു. അവരെല്ലാവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇത് മനോഹരമാക്കിയത്. നമുക്കറിയാം, വളരെ പണം ചെലവ് ചെയ്ത് മനോഹരമായൊരു ആലയം പണിയാൻ സാധിച്ചു. അതിനുശേഷം ഒത്തിരി താമസിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് മനോഹരമായ വീടും ഇവിടെ ഉണ്ടാക്കി. അതിനെ പ്രത്യേകിച്ച് സഭയെ ഒന്നിറങ്ങി ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവർക്കും, ഈ ദേശത്തിനും എല്ലാവർക്കും സഭയ്ക്കും അനുഗ്രഹമായി തീരട്ടെ. ഇതിവിടെ 2 എൻട്രൻസ് ആണ് നമുക്ക് കാണാം. ഞാൻ മുകളിൽ ചെന്നപ്പോൾ ഓഫീസ് മുകളിൽ, ഞാൻ ആദ്യം ഓർത്ത് ഇവിടെയായിരുന്നു. അന്ന് അവർ വന്നപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് അത്രയും അത് മനസ്സിലായില്ല. ഞാൻ മുകളിൽ ചെന്നപ്പോൾ ഓർത്തിട്ട് ഇപ്പോൾ ഓഫീസിൽ കയറി വരണമെങ്കിൽ ഭയങ്കര പാടാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഓഫീസിൽ കയറാൻ അവിടുന്ന് നേരിട്ട് കാണാം. അവിടെ നിന്ന് നോക്കിയാൽ പള്ളി കാണാം, റോഡ് കാണാം. തീർച്ചയായിട്ടും താഴത്തുള്ളതിനേക്കാളും സൗകര്യത്തിന് നമുക്ക് മേളിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ പ്ലാനോടുകൂടി സൗകര്യത്തോടെ അത് ചെയ്തിരിക്കുന്നു. അതിന് കൃത്യമായി കൈക്കാരന്മാരെ, അതുപോലെ തന്നെ പ്ലാൻ ഒക്കെ നൽകിയവരെയും
ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. നമ്മൾ വായിച്ച കേട്ട വേദഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭവന പ്രതിഷ്ഠയോട് ചേർത്ത് വായിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ്. ഇവിടെ പ്രത്യേകിച്ചുള്ള ഒരു രണ്ട് സമയത്തുള്ള പ്രാർത്ഥനകൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് അടുക്കളയിലുള്ള പ്രാർത്ഥനയാണ്, മറ്റൊന്ന് കിടക്കമുറിയിലുള്ള പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയും പ്രധാനം തന്നെ. അതിൻ്റെ അകത്ത് ആശയം ഇതാണ്: ഇവിടെ കിടന്ന് ഉറക്കം തെളിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ അവർ എഴുന്നേൽക്കുന്നതാണ്. മറ്റൊന്ന് ഭക്ഷണമാണ്. ഭക്ഷണം അവിടെ കഴിക്കുന്നത് നമ്മുടെ ഭൗതിക ശരീരം ശക്തിപ്പെടുന്ന പോലെ തന്നെ ആത്മീയ ശരീരവും ശക്തിപ്പെടും. അങ്ങനെ രണ്ട് പ്രാർത്ഥനകളാണ് ഉള്ളത്. മറ്റെല്ലാ മുറികളിലുള്ള പ്രാർത്ഥനകളും പ്രധാനപ്പെട്ട തന്നെ. എങ്കിലും അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ ശുശ്രൂഷകർക്കുള്ള വീടുകൾ, പാഴ്സലുകൾ മാത്രമല്ല, മിഷൻ വീടുകൾ മാത്രമല്ല, എല്ലാ ഭവനങ്ങളിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വീടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്കുള്ള ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. വീടിനെ അവർ എന്ത് ചെയ്യും? അവരെന്തും ചെയ്യും. വീട് മനോഹരമാക്കണം, അതിന് കടം മേടിക്കാൻ മാത്രമല്ല, അതിൻ്റെ പൈസ വീട്ടുകയും ചെയ്യും. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അവർക്ക് അതിന് ഭയങ്കര ഉത്സാഹമാണ്. അതുകൊണ്ട് ഈ ബാങ്കുകാർക്കൊക്കെ മലയാളികൾക്ക് വീടിന് ലോൺ കൊടുക്കാൻ വലിയ താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീടിന് ലോൺ ഉണ്ടെങ്കിൽ ഒന്ന് സംസ്ഥാന തലത്തിൽ നോക്കിയാൽ അത് കേരളത്തിൽ തന്നെയായിരിക്കും. കാരണം വളരെ ലോൺ എടുക്കുകയും ചെയ്യും, അതൊരു കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സ്വഭാവം തന്നെ. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇടവകയായിട്ട് പറയുമ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഇതുവരെ നമ്മളിതൊരു സാധാരണ ഒരു കെട്ടിടമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. എന്നാൽ ഇന്ന് മുതൽ ഇതൊരു ദൈവഭവനമായിട്ട് മാറിയിരിക്കുക. ഒരു ഭവനം ദൈവഭവനമായിട്ട് തീർന്നത് ഞാൻ പലപ്പോഴും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ലേ? ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കണം, ദൈവം വായിക്കുന്ന വായനാ ശബ്ദം ഉണ്ടായിരിക്കണം, ദൈവത്തിന് ഇഷ്ടമുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടാകണം. അതൊക്കെയാണ് ദൈവഭവനത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ഒരുപക്ഷെ അരുണച്ചനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളോട് താമസിക്കുമ്പോൾ ഇവിടെ പാട്ടുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞതിനകത്ത് നമുക്ക് വലിയ പുതുമ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ കാലത്തിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വേറെയുള്ള ശുശ്രൂഷകരെ അല്ലാത്ത അച്ഛന്മാരും ശുശ്രൂഷ അല്ലാത്ത ബാക്കിയുള്ളവരും വേറെ ഒന്നും പിണങ്ങുകയൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വേദോസം വായിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസം പോലും എന്ത് ചെയ്യരുത്? നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ദേശത്തിന് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കടമ നിങ്ങൾക്കുണ്ട്. സാധാരണ ഒരു വീട്ടിലുള്ളതിനേക്കാൾ ഉത്തരവാദിത്വം ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കല്ലെങ്കിൽ ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ വീടിനുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ദൈവം വരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ ഈ പുതിയ ഭവനത്തിൻ്റെ പ്രതിഷ്ഠയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഇത് ഇടവകയുടെ ഒരു ആസ്ഥാന വീടാണല്ലോ. അതുകൊണ്ട് പലരും ഇവിടെ വരും. അവർക്കെല്ലാം ഒരു സന്തോഷമുള്ള ഒരു ഭവനമായിട്ട് തന്നെ ഇത് മാറേണ്ടതുണ്ടല്ലോ. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് പോകുന്നവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരുതുന്നു. അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായും അതോടൊപ്പം തന്നെ ബഹുമാനായ അച്ഛന്മാരെല്ലാവരും ചേർന്ന് ഞങ്ങൾ നിങ്ങളെ ഈ ഇടവകയെ അഭിമാനമായും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകെ. പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് വീണ്ടും നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും സംരക്ഷകനായ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും നിന്റെ ചിറകിന് കീഴിൽ മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിൻ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതെല്ലാം നിന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവരുടെ ധനത്തിൻ്റെ എല്ലാ വിനിയോഗവും നിന്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവർ എന്നും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ അവരെ പങ്കുകാരാക്കണമെന്നും
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നവർക്കായി അങ്ങൊരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞങ്ങൾ വരുംവരെയും അങ്ങയുടെ സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ അന്യോന്യം സേവിക്കേണ്ടതിന് അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തു കൊള്ളണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്ത് കൂട്ടായ്മയിൽ വസിക്കുവാനുള്ളവർക്ക് അങ്ങയുടെ കൃപ നൽകുമാറാകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവരുടെ ഹൃദയങ്ങളിലെയും ഭവനത്തിനും വാഴുമാറാകണമേ. അവർ ചെയ്യുന്നതൊക്കെയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് തിരുമകളെല്ലാവരെയും കാലാകാലങ്ങൾ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപാസനം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിക്കുകയും ദുഷ്ടനായവരിൽ നിന്നും അവരെ എല്ലാവരും കാത്തുകൊള്ളുകയും ചെയ്ത് അവധി കാലത്തേക്കുള്ളതായ ഭക്ഷണപദാർത്ഥങ്ങളും സ്നേഹം, സമാധാനം, ഐക്യമത്യം, ആത്മശരീരങ്ങളുടെ ആരോഗ്യവും എന്നിവ ഇതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ ഭർത്താവിനാൽ സഹായിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നിലമക്കളിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, സകല നീതിയുടെയും ശത്രുവായ സാത്താനെ ഭവനിൽ നാട്ടിക്കളയണമേ. അവനിതിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ പാറമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിലും ഭയത്തിലും അവർ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമാറാക്കണമേ. സ്നാപനത്തിൽ മശിഹായുടെ അവയങ്ങളും സ്വർഗരാജ്യത്തിൽ അവകാശികളുമായി തീർന്ന അവർ നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം പരിശുദ്ധാത്മാവിൽ അധികം വർദ്ധിച്ചു വരുമാറാക്കണമേ. നിന്റെ മക്കളുടെ നിർമ്മല സന്തോഷവും കളങ്കമറ്റ സ്നേഹവും സമാധാനശീലവും ഈ ഭവനത്തെ സ്വർഗതുല്യരാക്കി തീർക്കണമേ. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാ കുടുംബങ്ങളെയും, എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും നമുക്ക് സമയത്ത് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഭവനങ്ങളില്ലാത്തവരെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. ഭവനങ്ങളിൽ നിന്നാവുന്നുവല്ലോ, വീടുകളിൽ നിന്നാവുന്നുവല്ലോ ജനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനാൽ സമൂഹത്തിൻ്റെ സന്തുഷ്ടിയും സമാധാനവും ഐശ്വര്യവും രാജ്യത്തിൻ്റെ ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി കുടുംബങ്ങളിലാവുന്നു. കുടുംബങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യക്തികളിലാകുന്നു. അവിടെ നല്ല നല്ല വ്യക്തികൾ കുടുംബങ്ങളിൽ വളർത്തപ്പെടേണ്ടത്, നല്ല നല്ല തലമുറകൾ ഭവനങ്ങളിൽ വളർത്തപ്പെടേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. അതിനാൽ നമുക്ക് എല്ലാ കുടുംബങ്ങളിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളെയും മക്കളെയും എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവമേ സഹായിക്കണം എന്ന് നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും ഈ ദേശത്തുള്ള എല്ലാ ഭവനങ്ങളുടെ മേലും നിന്റെ അനുഗ്രഹം പകരണമേ. കർത്താവ് രക്ഷിതാവുമായ യേശു മശിഹ നായകനായി എല്ലാ കുടുംബങ്ങളെയും ഭരിച്ചു നടത്തണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയിൽ ശക്തീകരിക്കണമേ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ആത്മാവിനെ എല്ലാവരുടെ മേലും പകരണമേ. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം നിന്റെ നാമം മഹത്വപ്പെടുവാനും നിന്റെ സഭയ്ക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനും നിന്റെ രാജ്യം വളരുവാനും കൃപയല്ലണമെന്ന് നസ്രയത്തിലെ സാധാരണ ഒരു ഭവനത്തിന്റെ അനുഗ്രഹമായി തീർന്ന യേശുമശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സൗരപ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് വരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണല്ലോ ചിതലാർ സഭയെ സംബന്ധിച്ച്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും ഈ നിമിഷം ഇവിടെ സഫലമായിരിക്കുകയാണ്. ഈ ഒരു കെട്ടിടത്തെ പ്രതിഷ്ഠാ ശുശ്രൂഷയിലൂടെ ഒരു ഭവനമായി ഇന്നേ ദിവസം മാറ്റിയിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി നേതൃത്വം നൽകിയ നമ്മുടെ മഹാടവ അധ്യക്ഷനോടുള്ള റൈറ്റർ വി എസ് ഫ്രാൻസിസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹത്തെ ചിന്തലാൽ കമ്മിറ്റിയുടെ പേരിൽ, ചിന്തലാൽ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ആയിരിക്കുന്ന CSI കേരള മഹാടവക ട്രഷറർ ഇത്രയും ബഹുമാനായിരിക്കുന്ന റവറൻ PC മാത്തുക്കുട്ടി അച്ഛനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ജില്ലാ ചെയർമാൻമാരായി അതോടൊപ്പം തിരുമേനിയോടൊപ്പം തിരുമേനി കൊച്ചമ്മ, ബിഷപ്പമ്മ ഡാൽ ഫ്രാൻസിസ് കൊച്ചമ്മ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. കൊച്ചമ്മയോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ജില്ലാ ചെയർമാൻമാരായി നമ്മോടൊപ്പമുള്ള ലൂക്കോസ് അച്ഛൻ, അതുപോലെ തന്നെ ബിനോയ് P ജേക്കബ് അച്ഛൻ എന്നീ അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. മുൻകാലങ്ങളിൽ ഈ ഇടവകയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വൈദിക ശ്രേഷ്ഠർ നമ്മോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് KD ദേവസിയാച്ചൻ, വിനോദച്ചൻ, PV ആൻഡ്രൂസ് അച്ഛൻ, ലൂക്കോസ് അച്ഛൻ എന്നീ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ലിജു അച്ഛൻ, അനീഷ് അച്ഛൻ, അതുപോലെ തന്നെ ടിൻഡു അച്ഛൻ, കൃഷ്ണപ്രസാദ് സാറ്, CG ജോസഫ് സാറ്, ജോർജ് കുട്ടി സാറ് എന്നീ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നമ്മോടൊപ്പമായിരുന്ന മാക്സിൻ ജോണച്ചനോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടുകൂടി സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാഴ്സനേജിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പ്രാർത്ഥനയിലൂടെയും അല്ലാതെയും ഒക്കെ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ചീന്തലാർ സഭയെ സംബന്ധിച്ച് സഭയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, സഭയുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഇടവകയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് കമ്മിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ സഭയെ വലിയ ദൈവിക ദർശനത്തോടുകൂടി നയിക്കുന്ന ഒരു ചർച്ച കമ്മിറ്റി ഈ സഭയ്ക്കുള്ളത് തന്നെയാണ് ഈ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ബഹുമാനപ്പെട്ട തോമാച്ചായനോടും സൽവണ്ണനോടും പ്രിൻസിസ് ചായനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ഒരു കമ്മിറ്റി നമുക്കുണ്ട്. അവരുടെ അക്ഷീണമായ പ്രയത്നം ഈ നാളുകളിൽ തീർച്ചയായിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം ഭംഗിയാക്കുന്നതിന് കാരണമായി തീർന്നു. ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളും എന്ത് കാര്യവും ജസ്റ്റ് നോട്ടീസിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഒരു എതിർപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ല, സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും സഹകരിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായി കടം കൂടാതെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമാചരങ്ങളാണ്. പ്രിയപ്പെട്ടവരെല്ലാവരോടും ഉള്ള നന്ദി സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ ഇതിന്റെ കോൺട്രാക്ടർ, അതുപോലെ തന്നെ അവരോടൊപ്പം പ്രയത്നിച്ച മേസ്തിരിമാര്, അതിന് സഹായികളായി നിന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ കഴിഞ്ഞ നാളുകളിലെ വലിയ ശക്തമായ ഒരു പ്രയത്നമാണ് ഇത് ഇത്ര മനോഹരമാക്കി തീർത്തത്. പ്രത്യേകിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനായിട്ടുള്ള ഒരു വലിയ ശ്രമം, രാത്രി സമയങ്ങളിലൊക്കെ അതിനുവേണ്ടി അധ്വാനിക്കാൻ അവർ തന്നെ സമയം കണ്ടെത്തി, അതിനുവേണ്ടി നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സമയം കണ്ടെത്തി ഇതിനുവേണ്ടി അധ്വാനിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ അവര് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം അവർക്ക് ഈ സമയം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രിയപ്പെട്ടവർക്ക് മുമ്പോട്ട് വരാം, അത് നൽകുവാൻ വേണ്ടിയിട്ട് അഭിമുഖത്തിരുന്നതിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും.
നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട സാബുചേട്ടനാണ്. സാബുചേട്ടന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നത്. സാബുചേട്ടനോടുള്ള നന്ദി ഈ സമയത്ത് സഭയുടെ പേരിൽ അറിയിക്കുന്നു. മുമ്പോട്ട് അതുപോലെ തന്നെ നമ്മുടെ സഭാംഗങ്ങളായിരുന്നവർ തന്നെയാണ് ഇതിന്റെ ബാക്കിയുള്ള മേശരിമാരായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഷിനിച്ചേട്ടായെ ഈ സമയത്ത് മുമ്പോട്ട് ക്ഷണിക്കുന്നു. ചേട്ടായി, മുരളിച്ചേട്ടൻ, ഇതിന്റെ വയറിങ്ങിനും പ്ലംബിങ്ങിനൊക്കെ നേതൃത്വം നൽകിയത് നമ്മുടെ സഭാംഗങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ധനേഷിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഇതിന്റെ പെയിന്റിങ്ങിന് നേതൃത്വം നൽകിയത് ദീപു ചേട്ടായാണ്. നമ്മുടെ സഭാംഗം തന്നെയാണ്. ചേട്ടായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇതിന്റെ പണിയുടെ ആദ്യമ തുടങ്ങിയ സമയം മുതൽ ഇന്നലെ വെളുപ്പിനെ 3 മണി വരെയും ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഭയുടെ ചർച്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് പ്രിൻസ് ചായനെ മുമ്പോട്ട് ക്ഷണിക്കും. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഭക്ഷണം നമ്മൾ പാഠശാലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും കൊച്ചമ്മമാർക്കും അവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അഭിവന്ദ്യ തിരുമേനിക്കും പ്രഷാറച്ചനും മാക്സിൻ ജോണച്ചനും ബിഷപ്പ് അമ്മയ്ക്കും താഴെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. താങ്ക് യു.